കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewelers. ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ അയാൾ സുഖം പ്രാപിക്കാനുള്ള വഴിയിലാണ് എന്നാണ് അർത്ഥം. നിങ്ങൾ 7 ചോദ്യങ്ങളുടെ നൂൽപ്പാലത്തിൽ നിൽക്കുകയാണെങ്കിലോ 1 കോടി രൂപ സ്വന്തമാക്കാനുള്ള എളുപ്പ വഴിയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ജീവിതത്തിൽ സുഖം പ്രാപിക്കാൻ വെറും ആത്മവിശ്വാസം മാത്രമേ വേണ്ടുള്ളൂ. നിങ്ങളുടെ ആ ആത്മവിശ്വാസത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായി 1 കോടി രൂപ വെച്ചിരിക്കുന്നത്. ഇന്ന് ഇത് സ്വന്തമാക്കാൻ രമ്യ ആൻഡ് രഞ്ജിത്ത് ആണ് കാഞ്ഞങ്ങാട് നിന്ന് വന്നിരിക്കുന്നത്. ലെറ്റ് us welcome them. രമ്യ ആൻഡ് രഞ്ജിത്ത് ഫ്രം കാഞ്ഞങ്ങാട്. വെൽക്കം രമ്യ, വെൽക്കം രഞ്ജിത്ത്. രണ്ടുപേരും ബ്രദർ സിസ്റ്റർ. കാണാൻ നല്ല ഒരു ചായ ഉണ്ട് കേട്ടോ, കണ്ണ് ഒക്കെ ഒരേപോലെ ഉണ്ട്. ചെറിയ അനിയനാ അല്ലേ? ആരാ SMS അയച്ചത്? രമ്യാണ്. എന്ത് ചെയ്യുന്നു രമ്യ? ഞാനിപ്പോ MSc മൈക്രോബയോളജി കഴിഞ്ഞ് നിൽക്കുന്നു. MS മൈക്രോബയോളജി. വാവ്. അപ്പൊ ജോലി 6 മാസം ചെയ്തിരുന്നു ഒരു ഹോസ്പിറ്റലിൽ, വീട്ടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പൊ ജോലിയില്ല. അനിയൻ എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കുന്നു, GPTC കാസർഗോഡ്, ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഈ ഗെയിം ഷോയിലോട്ട് വരാൻ എന്തായിരുന്നു പ്രത്യേക കാരണം? മോട്ടിവേഷൻ, ഒരു ഡ്രീം, ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവല്ലോ, എന്താണത് പറയോ? പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഒരു വീട് വെക്കണം എന്നുണ്ട്. പിന്നെ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. എവിടെയാണ് വീട് പണിയാൻ പോകുന്നത്? ഞങ്ങളുടെ നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് മിലിറ്ററിയിലാണ്, ഇപ്പൊ ജമ്മുവിലാണ് വർക്ക് ചെയ്യുന്നത്. ജമ്മു. വാവ്. ഹസ്ബൻഡ് പേരെന്താ? ഹസ്ബൻഡ് പേര് ബിജു. ബിജു. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്തെ മിലിറ്ററിയിൽ തന്നെയായിരുന്നു? കല്യാണം കഴിക്കുന്ന സമയത്ത് മിലിറ്ററിയിലായിരുന്നു. ഓക്കെ. സോ MS മൈക്രോബയോളജി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അലയൻസ് വന്നപ്പം യു ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്, ഓർ എന്തെങ്കിലും ചോദിച്ചോ അദ്ദേഹത്തിന്റെ അടുത്ത്? ഞങ്ങള് അദ്ദേഹം ഫസ്റ്റ് തന്നെ പെണ്ണ് കാണാൻ വരുന്നത് തന്നെയാ. അപ്പോ ഒന്നും ചോദിച്ചൊന്നുമില്ല, എനിക്ക് ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രപ്പോസ്, ഞാൻ BSc കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പ്രപ്പോസ് വരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ MSc ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ എന്നാലും ഹസ്ബൻഡ് ഇങ്ങനെ എന്തായാലും മിലിറ്ററിയിൽ ഉണ്ടാവുമ്പോൾ ഹസ്ബൻഡ് അടുത്ത് ഫാർ ആയിട്ട് നിൽക്കണം എന്ന് അറിയാവല്ലോ അല്ലെ? അപ്പൊ അതൊരു വിഷമമുള്ള കാര്യല്ലേ? വിഷമമുള്ള കാര്യം. പക്ഷെ അത് ജീവിതത്തിൽ എല്ലാം ഉണ്ടാവല്ലോ, എല്ലാം ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ അല്ലെ? പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് 1 കോടി രൂപയാണ്. ഈ 1 കോടി രൂപ നിങ്ങളുടെ സ്വന്തമാണ്. കം, ഹസ്ബൻഡിനൊക്കെ കാണിച്ചു കൊടുക്കൂ ടിവിയില്. ഈ 1 കോടി രൂപ നമ്മുടേതാണ്. Our prize money is sponsored by Dhatri. രമ്യ, രഞ്ജിത്ത്, ഈ എമൗണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ 7 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകണം. ഗെയിം പൊസിഷൻ നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ. ആദ്യത്തെ ചോദ്യമാണ് നേരിടാൻ പോകുന്നത്. Are you ready? Yes. Okay, we are ready to play. Let's play. വിവൽ കയ്യിൽ 1 കോടി. Are you ready? ഈ 2 കാറ്റഗറീസ് തരും, അറിയാമല്ലോ, കാണുന്നതല്ലേ? ഈ 2 കാറ്റഗറീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാറ്റഗറി. കാറ്റഗറി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. മൃഗങ്ങൾ പേര്. മൃഗങ്ങളാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ് മൃഗങ്ങൾ? ആന, ചിലന്തി, സിംഹം, കടുവ. ചോദ്യം: പത്തനംതിട്ടയിൽ നിന്ന് 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം രോഗശമനവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമാണ്. അത് ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: ആന, ചിലന്തി, സിംഹം, കടുവ. പരസ്പരം ആലോചിച്ച് കെയർഫുള്ളി ചിന്തിക്കുക. 60 seconds. ടൈം സ്റ്റാർട്ട്. 50 സെക്കൻഡ് ഉണ്ട്. 40 സെക്കൻഡ്സ് ഉണ്ട്. വേഗം വെച്ചോളൂ. 30 സെക്കൻഡ് ഇനിയുണ്ട്. 20 സെക്കൻഡ്സ്. 10. ആന എന്ന ആൻസർ ഓപ്ഷനിൽ 60 ലക്ഷം രൂപ, ചിലന്തിയിൽ 20 ലക്ഷം രൂപ,
സിംഹം ഒന്നുമില്ല കടുവ 20 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. അറിയാവുന്ന ചോദ്യമാണ് ഇത്? അറിയാവുന്നല്ല, ഗസ് ചെയ്തതാണ്. ഗസ് ചെയ്താണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യമല്ലേ, നമുക്ക് നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ആനയിലാണ് ഏറ്റവും വലിയ തുകയുള്ളത്. ഇത് തന്നെ വേണം മുന്നോട്ട് പോകണമെങ്കിൽ. 20 ലക്ഷം മാത്രം പോരാ. ആനയിൽ 60 ലക്ഷം, ചിലന്തി 20 ലക്ഷം, സിംഹം ഒന്നുമില്ല, കടുവ 20 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ആനയെ കണ്ടെത്തിയത് രഞ്ജിത്താണോ? അല്ല, എനിക്കങ്ങനെ തോന്നി, അതിൽ വെച്ചു. ചിലന്തിയിൽ 20 ലക്ഷം രൂപ, സിംഹം ഒന്നുമില്ല, കടുവ 20 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? പത്തനംതിട്ടയിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാൽ കൊടുമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലന്തി അമ്പലമുണ്ട്. അറിയില്ല, ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ ഓ, ഇവിടെ വന്ന പിന്നെ ആദ്യമായിട്ട് കേൾക്കുക. ആദ്യമായിട്ട് കേൾക്കുക അല്ലെ? പുതിയ അറിവാണ്. പുതിയ അറിവ്. ചിലന്തി വിഷത്തിനും പിന്നെ ചില സ്കിൻ ഡിസോർഡേഴ്സിനൊക്കെ അവിടെ പോയാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഭേദം ഉണ്ടാവുന്നതാണ് അറിവ്. ഓക്കെ, എന്തിന്റെ വേറെ വിശേഷം? എന്റെ നാട്ടിലെല്ലാവരും ചോദിക്കാൻ പറഞ്ഞു. എന്താ ചോദിക്കാൻ പറഞ്ഞു? അന്വേഷണം അറിയിക്കണം. കൊറേ പേര് പറഞ്ഞു അവരുടെ അന്വേഷണം പറയണം. എന്റെ അന്വേഷണം തിരിച്ചു പറയണേ എല്ലാവരുടെ. ഞാൻ വെക്കേഷൻ സമയത്ത് മിക്കവാറും എല്ലാവരും പണിക്കുക, അതുപോലെ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ മുതലാളി അവര് കുറച്ച് പേരുണ്ട്, അവരെന്തായാലും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാനിപ്പോ പണിയെടുക്കുന്ന സമയത്ത് എടാ ഒരു കയ്യിലൊരു കോടിക്ക് പോകുന്ന ചെക്കനാ, ഓനെ കൊണ്ട് അത്ര പണിയെടുപ്പിക്കല, ബോഡി പറ്റണ്ട, അത് അത്ര. അതെനിക്ക് ഇഷ്ടമായി. ആൾക്കാർ അങ്ങനെയാണോ പറയണേ? നല്ല എൻകറേജ്മെന്റ് ആണല്ലോ അല്ലെ? നല്ല സപ്പോർട്ടാണ്. അപ്പം ഓക്കെ, ഇപ്പം ജോലി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമ്മറില് ജോലി എടുക്കാൻ പോകുന്നു പറയല്ലേ? വെക്കേഷന്റെ സമയത്ത് പോകുന്നു. അപ്പൊ വെക്കേഷന്റെ സമയത്ത് എന്തൊക്കെ ജോലി എടുക്കാനാ ഇഷ്ടം? ഞാൻ വയറിങ്ങിന്റെ വഴി, വയറിങ് പ്ലംബിങ്. നാട്ടിൽ തന്നെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ആശാരിപ്പണി. ഓക്കെ, അമ്മ? അമ്മ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. LIC ഏജന്റ് ആണ്. ഓക്കെ. സോ ബിഫോർ വി പ്രൊസീഡ്, പ്രേക്ഷകർക്ക് ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. എ കർണാടക, ബി തമിഴ്നാട്, സി ആന്ധ്രാപ്രദേശ്, ഡി ഗോവ. കീപ് വെയിറ്റിംഗ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇനി ഗെയിം പൊസിഷൻ ആണ് അടുത്തത്. 20 ലക്ഷം കയ്യിലുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. സൂക്ഷിച്ച് കളിക്കുക. ഉത്തരം അറിയാമെങ്കിൽ ധൈര്യപൂർവമായിട്ട് കളിക്കൂ. അറിയില്ലെങ്കിൽ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ സ്മാർട്ട്നെസ് ആണ് മണി സ്പ്ലിറ്റ് ചെയ്തതിൽ കാണിക്കേണ്ടത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് എന്താണെന്ന്. നദികൾ, വള്ളം കളി. നദിയെ കുറിച്ച് നദികൾ. നദികളാണ് ചോസൻ കാറ്റഗറി. നദികൾ. ഓക്കെ, ആൻസർ ഓപ്ഷൻസ് ആർ പാമ്പാർ, ചാലിയാർ, മഞ്ചേശ്വരം പുഴ, വളപട്ടണം പുഴ. ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് പാമ്പാർ, ചാലിയാർ, മഞ്ചേശ്വരം പുഴ, വളപട്ടണം പുഴ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. 50 seconds remaining.
സീർത്തിക്ക് 40 സെക്കൻഡ് ഉണ്ട്. തോന്നുന്നില്ല. അല്ല ചാലിയാർ മഞ്ചേശ്വരം പുഴ 30 സെക്കൻഡ് ഉണ്ട്. മഞ്ചേശ്വരം പുഴ തോന്നുന്നല്ലോ. 20 സെക്കൻഡ്. ചാലി. 10, 8, 7, 6, 5. ചാലിയാറിനൊക്കെ എത്ര ഉറപ്പുണ്ടാ? സമയം അവസാനിച്ചിരിക്കുന്നു. പാമ്പാറിൽ ഒന്നുമില്ല, ചാലിയാറിൽ 8 ലക്ഷം രൂപ, മഞ്ചേശ്വരം പുഴയിൽ 8 ലക്ഷം രൂപ, വളപട്ടണം പുഴയിൽ 4 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വീണ്ടും 20 ലക്ഷം സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ? വീണ്ടും ഓക്കെ, നോക്കാം. മുന്നോട്ട് വരൂ പ്ലീസ്. സ്റ്റെപ്പ് അപ്പ്. പാമ്പാറിൽ ഒന്നുമില്ല, ചാലിയാർ 8 ലക്ഷം രൂപ, അതേപോലെ തന്നെ 8 ലക്ഷം രൂപ വീണ്ടും മഞ്ചേശ്വരം പുഴയിൽ, വളപട്ടണം പുഴ 4 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? പന്ത്രണ്ട് ലക്ഷം രൂപ പോയല്ലോ ഔട്ട് ഓഫ് 20 lakhs. മഞ്ചേശ്വരം പുഴയിൽ 8 ലക്ഷം രൂപ, പാമ്പാറിൽ ഒന്നും ഇല്ല. ആ ഉത്തരം ശരിയായേ പറ്റൂ. മഞ്ചേശ്വരം പുഴ. ടോപ്പ് ഓർ ഡ്രോപ്പ്? സ്വന്തം നാട്ടിലെ പുഴ രഞ്ജിത്തിനെയും രമ്യയും സഹായിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബിഫോർ ദ ബ്രേക്ക് രണ്ടാമത്തെ ചോദ്യമായിട്ട് രമ്യക്കും രഞ്ജിത്തിനും കിട്ടിയ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന്. 2 ആൻസർ ഓപ്ഷൻസ് ഡ്രോപ്പായി. അതിൽ 12 ലക്ഷമാണ് നഷ്ടപ്പെട്ടത്. മഞ്ചേശ്വരം പുഴ 8 ലക്ഷം ഇപ്പോഴുണ്ട്. പാമ്പാർ എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. ഈ 8 ലക്ഷം കിട്ടണം, അത് അത്യാവശ്യമാണ്. ഒന്നുകിൽ 8 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക്, ഓക്കെ? അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിച്ചു നിന്നോളൂ. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്തായാലും. അടുത്ത ചോദ്യത്തിലേക്ക് എന്തായാലും പോവാം. 8 ലക്ഷവുമായി മഞ്ചേശ്വരം പുഴയാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് ഗെയിം പൊസിഷൻ ആണ്. 2 ചോദ്യത്തിനുള്ളിൽ തന്നെ കാശ് ചുരുങ്ങിയിരിക്കുന്നു. ഇനി നേരിടേണ്ടത് കുറച്ച് സൂക്ഷിച്ച് തന്നെ പോകേണ്ടി വരും. 3ാമത്തെ ചോദ്യമാണ് അടുത്തത് 8 ലക്ഷവുമായി. കാറ്റഗറീസ് എന്താ നോക്കാം. കാറ്റഗറീസ് ആർ ശില്പം, ക്രിക്കറ്റ്. ക്രിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ശില്പത്തെ കുറിച്ച് ഇപ്പൊ ചോദിക്കാം. ക്രിക്കറ്റ്. ഓക്കെ, കളിക്കാറുണ്ടോ ക്രിക്കറ്റ്? കളിക്കാറുണ്ട്. ഓക്കെ, ക്രിക്കറ്റ് ആണ് ചോസൺ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ്: തലശ്ശേരി, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്. ചോദ്യം: ഇവയിൽ ഏത് പട്ടണങ്ങളിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് സ്ഥാപിക്കപ്പെട്ടത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: തലശ്ശേരി, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. ആലോചിച്ച് തീരുമാനിക്കൂ.
Your timer has begun. അപ്പൊ 50 seconds. ഉറപ്പല്ലേ? 40 seconds. തിരുവനന്തപുരം കോഴിക്കോടായിരിക്കും. ആയിരിക്കില്ല? കോഴിക്കോട്. ശരിയാണോ? ഇത് ക്ലബ്ബാണ് തലശ്ശേരി. വെക്കണോ? 10, 9, എന്താ ചെയ്യണേ? തലശ്ശേരിയിൽ 4 ലക്ഷം, കൊച്ചിയിൽ 4 ലക്ഷം, തിരുവനന്തപുരം ഒന്നുമില്ല, കോഴിക്കോടിൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. ഓക്കെ. ഇവയിൽ ഏത് പട്ടണത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് സ്ഥാപിക്കപ്പെട്ടത്? ഒരു സ്ഥലം നോർത്ത് കേരള, ഒരു സ്ഥലം സൗത്ത് കേരള വെച്ചിരിക്കുന്നത്. എവിടെയാണ് ഉറപ്പില്ല. ഇവിടെ ഉറപ്പില്ല. നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഇത് 2 ആൻസർ ഓപ്ഷനിലും ഈക്വൽ തുകയാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. തിരുവനന്തപുരത്തിലും കോഴിക്കോടിലും ഒന്നുമില്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? വെറുതെ 4 ലക്ഷം കളയുകയും ചെയ്തു, 4 ലക്ഷം കിട്ടുകയും ചെയ്തു. തലശ്ശേരി അപ്പൊ 4 ലക്ഷം പോയി. കുഴപ്പമില്ല. കുഴപ്പം. ഇനി എന്ത് ചെയ്യാ? ഉള്ള 4 ലക്ഷത്തിനെ പറ്റി ആലോചിച്ചല്ലേ പറ്റൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റൂ? ശരിയല്ലേ? അതെ. കാസർഗോഡ് ജില്ലയിലെ ഒരു വെരി ഫേമസ് ആർട്ട് ഫോം ആണ് യക്ഷഗാനം. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാം. നേരിട്ട് അങ്ങനെ അടുത്ത് അങ്ങനെ കണ്ടില്ല. കാണാൻ പറ്റില്ല. അങ്ങനെ ഓക്കെ. കഥകളിയുമായി ഏകദേശം സാമ്യം ഉണ്ടെന്ന് പറയുന്നു.